സജാദും വയ്യമ്മും പീഡനവും അറിയണ്ടേ ചില കഥകൾ. 28 വർഷമായി ഇന്ന് മുതൽ ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇവിടെ. കാരണം ഈ മനീഷ് എന്ന ഒരു പറയുന്ന പയ്യന് ഒരു ചെറിയൊരു മന്ദവൈകല്യമുള്ള പയ്യനാണ്. ഇവിടെ കെട്ടുകളൊക്കെ വരും, തുണിക്കെട്ടുകൾ. ഞങ്ങളവനെ കൊണ്ട് പിടിപ്പിക്കുന്നത് പോലുമില്ല. ആ ജോലിയൊക്കെ ഞങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ സജാദിൻ്റെ അത്താവരെ ഞങ്ങൾ മലയാളിയാണ്, സംസ്ഥാനമാണ്. ആളുടെ കാലം മുള്ള ഞങ്ങളുണ്ട് ഇവിടെ. സൗകര്യം നോക്കുന്നില്ല, എല്ലാ അസുഖക്കാരും ഉണ്ട്. എനിക്ക് ക്യാൻസറാ. എന്നെ മുതലാളി ഒന്നും പറയത്തില്ല, ആരെ ഒന്നും പറയത്തില്ല. പിന്നെ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തേലും അങ്ങനെയല്ല ഇങ്ങനെ മുതലാളിയുടെ ഭാഗത്ത് ഒരു തെറ്റില്ല. 100 രൂപയുമായി വന്ന് 100 കൂട്ടം തുണികളും വാങ്ങിപ്പോകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാർ ആശ്രയമായി കണ്ട പന്തളത്തെ വയ്യം എന്ന തുണിക്കടയുടെ നേരെ ചെളിവാരിയെറിയുന്ന ഇല്ലാ കഥകൾക്ക് 24 മണിക്കൂർ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ നവമാധ്യമങ്ങളിൽ. കാരണം ഈ ജനകീയ കടയുടെയും അതിൻ്റെ ഉടമയുടെയും സാധാരണത്വം തന്നെയാണ്. 100 കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനത്തിൽ ഇല്ലാത്ത ഒരു പീഡന കഥ പൊടിപ്പും തൊങ്ങലും ചേർത്ത് വെടിപ്പായി സമൂഹ മാധ്യമങ്ങളിൽ അലക്കിയ രാവണന്മാരും പിന്നിൽ നിന്ന് വെളുപ്പിച്ച ശകുനിമാരും അറിഞ്ഞില്ല ഈ പരിപ്പൊന്നും വേവുന്ന കലമല്ല അപ്പുറത്തെന്ന്. സാധാരണക്കാർക്കും ദരിദ്രർക്കും അതിദരിദ്രർക്കും സ്വന്തമെന്ന പോലെ കയറി വന്ന് പെരുമാറാവുന്ന വയ്യമ്മിൻ്റെ പേരിന് ഒരു കളങ്കവും വരില്ലെന്ന് അവിടുത്തെ തൊഴിലാളികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 1 വർഷം എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കാണ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ജീവിച്ചു പോകുന്നത്. ഇന്ന് വരെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഇതുവരെ എണ്ണം പെരുമാറിയിട്ടില്ല. കുറേ നാൾ കിടപ്പായിരുന്നു. എനിക്ക് നല്ല സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. ഒരു തരത്തില്ല 2 പ്രാവശ്യം എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ വയ്യാഴി അറിഞ്ഞ് എന്നെ ഇവിടെ വീണ്ടും ജോലിക്കെടുത്തിരിക്കുകയാണ്. ഞാൻ ഇതുവരെ അങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. ഒരു കൈയറിയാതെ മറുകൈ കൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളും ചെയ്യുന്ന ഉടമ സജാദിന്റെ നല്ല മനസ്സറിയുന്ന പൊതുപ്രവർത്തകർക്കും മറിച്ച് അഭിപ്രായമില്ല. അതായത് ഒരു 50 വർഷത്തെ പാരമ്പര്യമുള്ളൊരു സ്ഥാപനമാണിത്. ഇത് ഞാൻ എൻ്റെ 2ാം തലമുറ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥൻ്റെ മകനായിട്ട് ഞാനൊരു 25 വർഷമായിട്ട് ഞാൻ ഈ സ്ഥാപനം നടത്തുന്നു. ഞങ്ങളുടെ നല്ല കച്ചവടമുള്ള സമയങ്ങളിൽ 100 കണക്കിന് മുകളിൽ സ്റ്റാഫുകളുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാവുന്ന പോലെ മാർക്കറ്റിലെ മാന്ദ്യത കാരണം സ്റ്റാഫുകളുടെ എണ്ണം ഒരു 50-60 പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഈ 60 കുടുംബങ്ങളുമായിട്ടും ഈ 60 ജീവനക്കാരുമായിട്ടും ഞാൻ എങ്ങനെയാണ് സഹകരിക്കുന്നതെന്നുള്ളതും അവരുടെ അത്ര സൗഹൃദമായിട്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു തന്നെയാണ് ഞാൻ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അത് ഇവിടെ കടയിൽ സാധനം എടുക്കാൻ വരുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ നവമാധ്യമങ്ങളിൽ വരുന്ന പ്രചരണങ്ങൾ അത് യാഥാർത്ഥ്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അതൊക്കെ ഈ സ്ഥാപനത്തിനെ നശിപ്പിക്കാനും ഞങ്ങളുടെ സൽപ്പേരില്ലാതാക്കാനും മാധ്യമങ്ങളിൽ വരുന്ന പ്രചരണങ്ങൾ നിങ്ങൾ ആ ലാഘവത്തോടെ മാത്രം കണ്ടതിനെ തള്ളിക്കളയുക. ദയവ് ചെയ്ത് ഇനിയും ഞങ്ങളോട് സഹകരിക്കണം. വ്യാജ വാർത്തകൾക്ക് പിന്നിലെ കുതന്ത്രം തിരിച്ചറിയണം. ന്യൂസ് ബ്യൂറോ, പന്തളം.